പാറ്റേൺ വളരെ മാന്യതയുള്ള കളിയാണെന്നാണ് വെപ്പ്. പക്ഷെ പലപ്പോഴും അത് അങ്ങനെയല്ല. പ്രത്യേകിച്ച് IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നൊക്കെ പേരുണ്ടെങ്കിലും ഒരു പൊട്ട ലീഗാണെന്ന് പലപ്പോഴും തോന്നിക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ IPLൽ അരങ്ങേറിയിട്ടുണ്ട്. കോഴ വിവാദങ്ങളും വാതുവെപ്പുകാരുടെ അഴിഞ്ഞാട്ടങ്ങളും ഒക്കെ IPLൻ്റെ നിറം പലപ്പോഴും കെടുത്തിയിട്ടുണ്ട്. 2 ഫ്രാഞ്ചൈസികളെ തന്നെ കോഴയുടെയും വാതുവെപ്പിൻ്റെയും ഒക്കെ പേരിൽ വിലക്കിയിട്ടുണ്ട്. 8/5/2024 അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഡൽഹിയെത്തി രാജസ്ഥാനും ഡൽഹിയും തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൻ്റെ 16ാം ഓവറിൽ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ലോങ് ഓണിന് മുകളിലൂടെ ഒരു സിക്സർ പുറത്തുന്നു. പക്ഷെ ബൗണ്ടറി ലൈനിൽ അടുത്ത് നിൽക്കുന്ന എതിർ ടീമിലെ ഹോപ്പ് ആ ക്യാച്ച് എടുക്കുന്നു. ക്യാച്ച് എടുക്കുമ്പം വ്യക്തമായി ഹോപ്പിൻ്റെ കാലുകൾ ബൗണ്ടറി ലൈനിൽ മുട്ടിയിട്ടുണ്ട്. അമ്പയർ തേർഡ് അമ്പയറിലേക്ക് കൈമാറുന്നു. തേർഡ് അമ്പയർ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അത് ഔട്ടാണെന്ന് വിധിച്ചു. എന്തിനാണോ ഇത്തരത്തിലുള്ള അപശകുനങ്ങളായ കുറേ തേർഡ് അമ്പയർമാർ ഒരു മാന്യമായ കളിയുടെ മാന്യത കളഞ്ഞു പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഇവരെയൊക്കെ ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സ്റ്റമ്പിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബോൾ കൊണ്ടുകഴിഞ്ഞാൽ ലൈറ്റ് കത്തും. അതേ രീതിയിൽ ബൗണ്ടറി ലൈനിലും ഏതെങ്കിലും ബോളോ ടച്ചോ വല്ലതും ഉണ്ടെങ്കിൽ ലൈറ്റ് കത്തുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരണം. അല്ലാതെ അപരാജിതമായി വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരാളുടെ ആ കരിയറിനെ തന്നെ നശിപ്പിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ആ വിജയത്തെ തടയത്തക്ക രീതിയിൽ ഒരു അമ്പയർ പെരുമാറുക എത്ര മോശമാണ്. ഇത്തരത്തിലുള്ള അമ്പയർമാരെയൊക്കെ അടിച്ചു പുറത്താക്കി അവിടെ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചതല്ലേ. ഇപ്പം എന്തൊക്കെ സാങ്കേതിക വിദ്യകളുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും റിവ്യൂ പരിശോധിക്കുന്നതിന് അതിൻ്റെ വീഡിയോ ഏറ്റവും കുറഞ്ഞത് 8 സെക്കൻഡെങ്കിലും കാണണം എന്നാണ് വെപ്പ്. പക്ഷേ ഈ മത്സരത്തിൽ വെറും 4 സെക്കൻഡ് കൊണ്ട് തേർഡ് അമ്പയർ ഔട്ട് വിധിച്ചു. അത് യഥാർത്ഥത്തിൽ ഔട്ടേ അല്ല, അതൊരു സിക്സറാണ്. ആ ക്യാച്ച് എടുത്ത ആളെന്ന് പറയാം. അയാളെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിച്ചുകൊണ്ട് പറയേണ്ടതല്ലേ, എൻ്റെ കാലിൻ്റെ ഷൂസ് ആ ബൗണ്ടറി ലൈനിൽ കൊണ്ടു, അത് 6 തന്നെയാണെന്ന് പറയാനുള്ള മാന്യതയും അയാൾ കാണിച്ചില്ല. ഒരു കളിയിൽ തോൽപ്പിച്ചതുകൊണ്ട് എന്ത് നേടാനാ? ക്രിക്കറ്റ് എന്ന് പറയുന്ന മാന്യമായ ആ കളിയുടെ പെരുമ ഇല്ലാതാക്കാനാണ്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നേരത്തെയൊക്കെ വൺ ഡേ മത്സരങ്ങൾ 60 ഓവറായിരുന്നു. 60 120 ഓവർ. അന്നൊക്കെ രാവിലെ ഈ കളി കാണാൻ TVയുടെയൊക്കെ മുമ്പിലൊക്കെ ഇരിക്കുന്നവർ രാത്രി വരെ ഇത് കണ്ടിട്ടാണ് പോകുന്നത്. ഈ കളിയോടുള്ള സ്നേഹം, ഈ കളിയോടുള്ള അടക്കാനാവാത്ത ആവേശം അതുകൊണ്ടാണ്. പക്ഷെ സത്യത്തിൽ ഇപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ വന്നു. ഒരു വൈഡ് ബോൾ തന്നെ വരുന്നു, അല്ലെങ്കിൽ ഒരു LBW, അതിന് ബോൾ ട്രാക്കിംഗ് എത്ര പ്രാവശ്യമാണ് നോക്കുന്നത്. ആ ബോൾ ട്രാക്കിംഗ് ഒക്കെ നോക്കി കൃത്യമായിട്ടാണ് അത് പ്രവചിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോഴയുടെ അംശം ഇതിനകത്തുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും മോശമായ സമീപനമാണ് ഡൽഹിയുടെ ഓണർ കാണിച്ചത്. അയാൾ കൈകൊണ്ട് കാണിക്കുകയാണ് സഞ്ജുവിനോട് കയറിപ്പോരാൻ. എന്തൊക്കെയാണ് ഇവിടെ നടമാടുന്നത്? എന്തായാലും ഈ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കരുത്. സത്യത്തിൽ കഴിഞ്ഞ കളിയിൽ ജയിച്ചത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. കഴിഞ്ഞ കളിയിൽ വിജയി സഞ്ജു സാംസൺ തന്നെയാണ്. വേണമെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് തേടം വീർക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ അവസാന വാക്കുകൾ അത് ചെവിക്കൊണ്ടേ മതി
ഇനിയും ഒരു പുനഃപരിശോധനയില്ല എന്ന രീതിയിലൊക്കെയുള്ള തത്വങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ക്രിക്കറ്റിനെ കാണാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ ഇതിൽ നിന്നൊക്കെ അകലും തീർച്ചയായും.